ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ക്ലാസ്. എന്താ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നെക്സ്റ്റ് മെയിൻ ടോപ്പിക്കാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എസ്റ്റിമേറ്റിംഗ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ? നമുക്കറിയാലോ, ഒരുപാട് ഘടകങ്ങളാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഡിമാൻഡും അതിൻ്റെ വേരിയസ് ഡിറ്റർമിനൻസും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസോ അല്ലെങ്കിൽ ആൽജിബ്രിക്കലി നമ്മൾ റിലേഷൻഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഡിമാൻഡും ഡിറ്റർമിനൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ കാണിക്കുകയാണെങ്കിൽ അതിനെ തന്നെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. The mathematical expression of relationship between demand for a commodity and various factors determining its demand. അതായത് ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിക്കുള്ള ഡിമാൻഡും ആ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റു പല ഫാക്ടേഴ്സും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെ തന്നെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ അടയാളപ്പെടുത്തിയ അത്രയും പോർഷൻസ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു പ്രൊഡക്റ്റിനോടുള്ള നമുക്കുള്ള ഡിമാൻഡും ആ ഡിമാൻഡ് നിർണ്ണയിക്കുന്ന മറ്റു പല ഘടകങ്ങളും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡിമാൻഡ് ഫംഗ്ഷൻ അറിയുകയാണെന്ന് വെച്ചാൽ മാത്രമാണ് നമുക്ക് നിലവിൽ ആ പ്രൊഡക്റ്റിന് എന്തോരം ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഡിമാൻഡ് എസ്റ്റിമേഷൻ. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ അറിഞ്ഞാലേ എന്തറിയാൻ പറ്റുള്ളൂ, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്താണെന്നുള്ളത് ഇത്രയും പഠിച്ചോളാം. മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് കറണ്ട് വാല്യൂസ് ഓഫ് ഡിമാൻഡ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇപ്പോഴത്തെ വാല്യൂ അല്ലെങ്കിൽ കറണ്ട് വാല്യൂ എന്താണ് ഡിമാൻഡിൻ്റെ ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് പ്രൈസസ് ആൻഡ് അതർ ഡിറ്റർമിനിങ് വേരിയബിൾസ്. നിലവിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ പ്രൈസും അതിനുള്ള ഡിമാൻഡും അത് ആ പ്രൈസിൽ തന്നെ പല പല മാറ്റങ്ങൾ വരികയാണെങ്കിൽ, കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ഒക്കെ എങ്ങനെയായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും അത് നിർണ്ണയിക്കുന്ന മറ്റു പല ഘടകങ്ങളും എന്നുള്ളതിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ക്വാണ്ടിഫൈയിങ് എ ഡിമാൻഡ് ഫംഗ്ഷൻ ബൈ യൂസിങ് എ ഡാറ്റ ഓൺ ക്വാണ്ടിറ്റി ഡിമാൻഡ്, പ്രൈസ്, ഇൻകം ആൻഡ് സോ ഓൺ. അതായത് ഡിമാൻഡിനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൈസും ഇൻകവും മറ്റു പല ഘടകങ്ങളെയും നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യണം. എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ നമ്മൾ കൃത്യമായിട്ട് അളന്നു തൂക്കി മനസ്സിലാക്കി എടുക്കുന്നത് തന്നെയാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് പറയാം, എ ഫേംസ് പ്രോഡക്റ്റ് ഈസ് ഫോർ എ ഷോർട്ട് പീരീഡ്. എപ്പോഴും ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റിന് വളരെ ഷോർട്ട് പീരീഡിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സക്സീഡ്സ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ മുന്നോടിയായിട്ടാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു പ്രോസസ്സ് ഒന്ന് പഠിക്കുമ്പം നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ ചോദിക്കുന്നു. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിക്കുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡും അതിനെ നിർണ്ണയിക്കുന്ന മറ്റു പല ഘടകങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഒരു കമ്മോഡിറ്റിക്കുള്ള ഡിമാൻഡും അതിന് പല വാല്യൂസ് ഓഫ് പ്രൈസസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസ് ഓഫ് പ്രൈസസ് ചേഞ്ച് ആവുന്നതനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിൽ ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റണം. അതും മറ്റുള്ള വേരിയബിൾസും തമ്മിലുള്ള ആ ഒരു പ്രോസസ്സിനെ റിലേഷനെയാണ് നമ്മൾ ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കറൻറ്റ് ഡിമാൻഡ് എന്താണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക. വേരിയസ് പ്രൈസസും മറ്റുള്ള ഡിറ്റർമിനൻസിൻ്റെ ഇടയിൽ കറൻറ്റ് വാല്യൂ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും ഏതിൻ്റെ മുന്നോടിയാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ മുന്നോടിയായിട്ട് വരുന്നതാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ. അപ്പോൾ ഫസ്റ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, പിന്നെ ഡിമാൻഡ് എസ്റ്റിമേഷൻ, പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പ് എന്താ അല്ലെങ്കിൽ പ്രോസസ്സ് എന്താ? അപ്പോൾ ഇത് ഡിമാൻഡും സപ്ലൈയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകിച്ചൊന്നും പറയാത്തത്. ഞാൻ ഓരോ വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷൻസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ വേരിയബിൾസ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്കറിയാലോ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആയിരിക്കാം, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് ആയിരിക്കാം, പോപ്പുലേഷൻ, ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പെർ ക്യാപിറ്റൽ ഇൻകം, അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തു. അതിനെക്കുറിച്ചുള്ള ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യും? ഒരുപാട് ഫേമുകളുടെ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, പാസ്റ്റ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ് ഏജൻസിയുടെ പബ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, ട്രേഡ് അസോസിയേഷൻ, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ വിവരങ്ങൾ, അവിടെ നിന്നെല്ലാം ഇതിൻ്റെ സോഴ്സുകൾ കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. മാത്തമാറ്റിക്കൽ മോഡലാണ്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളെ വെച്ചിട്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ ഇക്വേഷൻ, ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ അവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക, മോഡലിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുക. ടു എസ്റ്റിമേറ്റ് ദ അൺനോൺ വാല്യൂസ് ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽ. അതായത് ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, regression model is developed, the unknown value of the population regression coefficients are estimated by using n pairs of sample observation. നമ്മൾ ബിസിനസ് അനലിറ്റിക്സ് പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നൊരു ടോപ്പിക്കാണല്ലോ കോറിലേഷനും റിഗ്രഷനും ഒക്കെ. അപ്പോൾ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് നിലവിൽ നമുക്ക് അറിയുന്ന വാല്യൂസിനെ വെച്ചുകൊണ്ട് അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് എസ്റ്റിമേറ്റ് ബേസ്ഡ് ഓൺ ദ മോഡൽ. അതിനുശേഷം ഈ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണ് ഭാവിയിൽ ഉണ്ടാവുക, എസ്റ്റിമേറ്റ് ചെയ്യുക, ഡിമാൻഡ് ഉണ്ടാവുക എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ശരി, ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ടൂളും ടെക്നിക്സും ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്തത്. ഇതൊക്കെ 5 മാർക്കിനൊക്കെ വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് കൺസ്യൂമറുടെ ഓരോ കൺസ്യൂമേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ സർവേ നടത്തുക എന്നുള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് അവരിൽ ഉത്തരങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. സാമ്പിൾ ഓഫ് കൺസ്യൂമേഴ്സ് എടുക്കുക ടു ഡിറ്റർമിൻ അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവർ എത്രത്തോളം വില്ലിങ് ആണ്, അവർക്ക് എത്രത്തോളം സെൻസിറ്റിവിറ്റി, പ്രൈസ് ചേഞ്ച് ആവുമ്പം എങ്ങനെയാണ് അതിൻ്റെ സെൻസിറ്റിവിറ്റി വരുന്നത്, ആൻഡ് ഇവർ നടത്തുന്ന അഡ്വർടൈസിങ് ക്യാമ്പയിനെ കുറിച്ചൊക്കെ ഇവർക്ക് അറിവുണ്ടോ, അവരുടെ ഫ്യൂച്ചർ ഇൻറ്റൻഷൻ, ഭാവിയിലും അവർ തുടർന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു പോവുക, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ക്വസ്റ്റനെയർ കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഡിമാൻഡിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻസ് കൺസ്യൂമേഴ്സിന് കൊടുക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ആ ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കൺസ്യൂമർ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് ഈ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഡിമാൻഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും, അറിയാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് കൺസ്യൂമർ ക്ലിനിക്കുകളും ഫോക്കസ് ഗ്രൂപ്പുകളും. ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആളുകളിലും പോകുന്നതിന് പകരം ഒരു ഗ്രൂപ്പിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് നമ്മൾ ഈ ഒരു കാര്യം അറിയുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ സ്മോൾ എമൗണ്ട് ഓഫ് മണി വിത്ത് വിച്ച് ടു ബൈ സർട്ടൺ ഐറ്റംസ്. അവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു 10-20 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കുക. അതിനുശേഷം എക്സ്പെരിമെൻ്റൽ ക്യാൻ ഒബ്സർവ് ദ ഇമ്പാക്റ്റ് ഓഫ് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് അതർ വേരിയബിൾസ് ഓൺ ആക്ച്വൽ പർച്ചേസ്. ഈ ആളുകൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചോയ്സ് കൊടുത്താൽ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യുന്നത്, പ്രൈസിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ ഒബ്സർവ് ചെയ്യണം, അതുപോലെ ഒന്നിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റുള്ള സാധനങ്ങളുടെ വില ഇതിനെങ്ങനെ നിർണ്ണയിക്കുന്നുണ്ട്, മറ്റുള്ള വേരിയബിൾസ് എങ്ങനെ ആക്ച്വൽ പർച്ചേസിനെ ബാധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ വരുന്നത് മാർക്കറ്റ് എക്സ്പെരിമെൻറ്റുകളാണ്. അതായത് പ്രൊഡക്റ്റിനെ ഡിസ്പ്ലേ ചെയ്യുക, ചില സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറുകളിൽ മാത്രം ഡിസ്പ്ലേ ചെയ്യുക. അങ്ങനെ അതിൻ്റെ ഓരോ വേരിയബിൾസും ചേഞ്ച് ചെയ്തുകൊണ്ടേ പോവുക. അപ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡിൻ്റെ കയറ്റിറക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസും ഈ രീതിയിൽ മെഷർ ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പീരിയൻസിനെ ഒന്ന് സിമുലേറ്റ് ചെയ്യുന്നൊരു മോഡൽ ഉപയോഗിക്കാം. ഇവിടെ കൺസ്യൂമേഴ്സിന് കുറച്ച് പണം കൊടുത്തുകൊണ്ട് അവരോട് ചോദിക്കുക പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈൽ പ്രൈസ് ആർ ചേഞ്ച്, എത്രത്തോളം പ്രൈസ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒക്കെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കും നോക്കുക. അങ്ങനെ ഈ തരത്തിലും കമ്പനിക്ക് റെസ്പോൺസ് കളക്ട് ചെയ്യാവുന്നതാണ്. നാലാമത്തെ മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൺസ്യൂമേഴ്സിനെ പോവുക, ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് നടത്തുന്നല്ല ചെയ്യണം. പകരം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട്
നമ്മൾ ഡിമാൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് അനലിറ്റിക്സിൽ പഠിക്കുന്ന ഒരു പോർഷനാണല്ലോ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. റിഗ്രഷൻ അനാലിസിസിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തറിയാൻ പറ്റും? അൺനോൺ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഓൺ ദ ബേസിസ് ഓഫ് നോൺ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ അറിയപ്പെടുന്ന വാല്യൂ നമ്മുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് വേറൊരു വേരിയബിളിൻ്റെ അറിയപ്പെടാത്ത വാല്യൂവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എ ഫേം സെല്ലിംഗ് എക്സ്പെൻസ് ഫോർ നെക്സ്റ്റ് ഇയർ ഈസ് നോൺ. അടുത്ത വർഷം ഒരു ഫേമിന് സെല്ല് ചെയ്യാനുള്ള എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ഇയറിലെ സെയിൽസ് എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ റിഗ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വർഷം എത്രത്തോളം സെയിൽ ചെയ്യാനുള്ള എക്സ്പെൻസ് വരും എന്നുള്ള കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത വർഷം വരാൻ പോകുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക. അങ്ങനെ 4 തരത്തിലാണ് ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ്. ഒന്ന് കൺസ്യൂമർ അടുത്ത് സർവേ നടത്തുക, കൺസ്യൂമർ ക്ലിനിക്കുകളും ഫോക്കസ് ഗ്രൂപ്പും നോക്കുക, മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഡിമാൻഡ് എസ്റ്റിമേറ്റിനെയും ഡിമാൻഡ് ഫംഗ്ഷൻ അറിയണം. ഡിമാൻഡ് ഫംഗ്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നോക്കുക, വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, കിട്ടുന്ന ഡാറ്റ യൂസ് ചെയ്തിട്ട് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യാം, അതിൽ നിന്ന് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാം, എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഈ ഒരു ഡിമാൻഡ് എസ്റ്റിമേഷനെ നമുക്ക് ടൂൾസും ടെക്നിക്സും യൂസ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. അതിനാണ് കൺസ്യൂമർ സർവേകളും കൺസ്യൂമർ ക്ലിനിക്കുകളും മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ്സും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് തുടങ്ങാൻ പറ്റുക? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുക. അതായത് അടുത്ത വർഷം എത്ര ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്ന് മുൻകൂട്ടിയിട്ട് അറിയാൻ സാധിക്കുന്നതിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ടോപ്പിക്ക് എടുത്തത് ഇതെല്ലാം ഒഴിവാക്കാനില്ലാത്തതാണ്. പിന്നെ ഈ ടോപ്പിക്കിൻ്റെ ഒപ്പം തന്നെ പറയട്ടെ, നിങ്ങളുടെ മറ്റു 3 സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ അനലിറ്റിക്സിൻ്റെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അനലിറ്റിക്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കോറിലേഷനും റിഗ്രഷനും ആ വീഡിയോന് താഴെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രമേ അവിടെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഓക്കെ. കാരണം ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4th സെം BBAക്ക് ഈ ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളാണ് അതെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ ബുദ്ധിമുട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലിങ്ക് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് ജസ്റ്റ് കോറിലേഷൻ എന്താ പഠിക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കുക, കാൾ പിയേഴ്സിൻ്റെ കോറിലേഷൻ്റെ ഇക്വേഷൻ പഠിക്കുക, അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുക. അത്ര മാത്രം പഠിച്ചാൽ മതി. അതേപോലെ തന്നെ റിഗ്രഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസും റിഗ്രഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം വീഡിയോ ചെയ്തത് മറ്റൊരു സെമസ്റ്ററിലെ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് കുറച്ചും കൂടി അധികം അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അതേപോലെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്താണെന്നുള്ളതും ആ ഇക്വേഷനും അത് വെച്ചിട്ടുള്ള ഒരേ ഒരു പ്രോബ്ലം, അത് മാത്രം നോക്കി പഠിച്ചാൽ മതി. വേറെ ഒരു കാര്യങ്ങളിലേക്കും പോകണ്ട. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനലറ്റിക്സിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ടെക്സ്റ്റിലത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.